SNDP യോഗം ജനറൽ സെക്രട്ടറിക്ക് എതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ പ്രതിഷേധം. ജനറൽ സെക്രട്ടറിക്ക് ഒപ്പമാണ് തങ്ങളെന്ന് പെരുമ്പാവൂരിൽ പ്രവർത്തകർ പറഞ്ഞു. ചെയർമാൻ KK കർണൻ, കൺവീനർ KA ഉണ്ണികൃഷ്ണൻ എന്നിവരടക്കമുള്ള നേതാക്കൾ ഇത്തരം പ്രസ്താവനകളെ അപലപിച്ചു. സാമൂഹ്യനീതി ഉറപ്പാക്കി പ്രവർത്തിക്കുന്ന സംഘടനയാണ് SNDP. ലോക നന്മയാണ് പ്രവർത്തന ലക്ഷ്യം. ആ ആശയം ഊട്ടിയുറപ്പിക്കുന്ന വാക്കുകളാണ് SNDP യോഗം ജനറൽ സെക്രട്ടറിയുടേത്. എന്നിട്ടും SNDP യോഗം ജനറൽ സെക്രട്ടറിക്ക് എതിരെ ഉയരുന്ന ആരോപണങ്ങൾ ആശങ്ക ഉളവാക്കുന്നുവെന്ന് പ്രവർത്തകർ അറിയിച്ചു. ജനറൽ സെക്രട്ടറിക്കൊപ്പമാണ് തങ്ങളെന്ന് പെരുമ്പാവൂരിൽ പ്രവർത്തകർ പറഞ്ഞു. കേരളത്തിലെ വളരെ മോശമായി ഇന്ന് നമ്മളെ തരം താഴ്ത്തുന്ന രീതിയിലേക്ക് മുസ്ലിം ലീഗ് യൂത്ത് വിങ് അവർ നമ്മുടെ ബഹുമാനായ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയെ ഈ ഈഴവ സമുദായത്തെ തരം താഴ്ത്തുന്ന രീതിയിൽ കേരളത്തിൽ ഭരിക്കാം, കേരളത്തിൽ അവർക്ക് ജീവിക്കാം എന്നൊരു സുഖം അവർക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ മുന്നോട്ടിറങ്ങും. നമ്മൾ ഏതറ്റം വരെയും ഈ സമുദായം ഏത് സമുദായമായാലും ആത്മാർത്ഥമായി അന്തസ്സായി മുന്നോട്ട് പോകുന്ന ഗുരുവിൻ്റെ അനുഗ്രഹം നേടിയ പ്രസ്ഥാനത്. ശ്രീനാരായണ ഗുരുദേവനെ മറന്നുകൊണ്ട് ആരെങ്കിലും ഞങ്ങളുടെ നേതാവിനെ മോശമായി വാക്കുകളോ വന്നാൽ അവനെ ഞങ്ങൾ വെറുതെ വിടില്ല. അത് വളരെ സത്യം തന്നെയാണ്. ഞങ്ങൾ മുമ്പിലുണ്ടാവും. എന്ത് പറ്റിയാലും എന്ത് സംഭവിച്ചാലും ഞങ്ങളതിൽ കൂടെ ഉണ്ടാവും. അതാണ് ഞങ്ങളുടെ പ്രഖ്യാപനം, അതാണ് ഞങ്ങളുടെ നയം. ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും. SNDP യോഗം കുന്നത്തുനാട് യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാൻ KK കർണൻ, കൺവീനർ KA ഉണ്ണികൃഷ്ണൻ എന്നിവരടക്കമുള്ള നേതാക്കൾ ഇത്തരം പ്രസ്താവനകളെ അപലപിച്ചു. സന്ധിയില്ലാതെ പോരാടാൻ രൂപീകരിച്ചൊരു മഹാപ്രസ്ഥാനമാണ് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം. സാമൂഹ്യനീതി എന്നുള്ളതാണ് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ മുദ്രാവാക്യം. സാമൂഹ്യനീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീനാരായണ പ്രസ്ഥാനം പ്രതിദാനം ചെയ്യുന്ന ഏഴുപേർക്ക് മാത്രം അവകാശങ്ങൾ കിട്ടണമെന്നുള്ളതല്ല. ഏത് സമുദായം ഉണ്ടെങ്കിലും അവർക്കൊക്കെ തുല്യമായ പങ്കാളിത്തം അവകാശം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നിവർത്തന പ്രക്ഷോഭം തന്നെ ഇവിടെ നടന്നത് ഈഴവ സമുദായത്തിന് വേണ്ടി ആയിരുന്നില്ല. ഈഴവർക്കും മുസ്ലിമിനും ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട തുല്യ ദുഃഖിതരായിട്ടുള്ള മുഴുവൻ സമുദായങ്ങൾക്കും സാമുദായിക സംവരണം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സമരം നടന്നത്. അപ്പോൾ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം മുദ്രാവാക്യം മുഴക്കുന്നത് ഇവിടെ സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായൊരു സംവിധാനം ഉണ്ടാകണമെന്നാണ്. അത് ഭരണ സംവിധാനത്തിലായാലും എന്താ വിഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോഴും തുല്യമായ പങ്കാളിത്തം ഈ രാജ്യത്തുണ്ടായെങ്കിൽ മാത്രമേ എല്ലാ ജനവിഭാഗങ്ങളും ഒരേപോലെ ഈ രാജ്യത്ത് വളരുകയുള്ളൂ. എല്ലാ ഭൗതികമായും ആത്മീയമായും സാമ്പത്തികമായും ഒക്കെ വളരുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ഈ സാമൂഹിക സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെതിരെ ഇത്തരം കലാപക്കൊടിയുമായി ആരും ഞങ്ങളെ പേടിപ്പിക്കാൻ വരണ്ട എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ മുസ്ലിം സഹോദരങ്ങൾക്കെതിരല്ല. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ഒരിക്കലെതിരല്ല. ഈ നിൽക്കുന്ന ഞങ്ങൾ ആരും മുസ്ലിം സഹോദരങ്ങൾക്കെതിരല്ല. ഞങ്ങളുടെ എല്ലാവരും പ്രിയപ്പെട്ട സഹോദരങ്ങളാണ് അവരെല്ലാവരും തന്നെ. പക്ഷേ നിലവിലെ അധികാരങ്ങൾ മുഴുവൻ ഒരു പ്രത്യേകമായ ഈ കേന്ദ്രീകൃതമായ രീതിയിലേക്ക് പോകുമ്പോൾ മറ്റുള്ള ആൾക്കാരുകൾ ബഹുദൂരം പിന്നിലേക്ക് പോകുന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടതും. അതാണ് യോഗം ജനറൽ സെക്രട്ടറി വിളിച്ചു പറഞ്ഞത്. അങ്ങനെ യോഗം ജനറൽ സെക്രട്ടറിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാമെന്ന് ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ, യൂത്ത് ലീഗായാലും മുസ്ലിം ലീഗായാലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ശക്തിയായി അതിനെ ഞങ്ങൾ നേരിടും എന്നുള്ള ഒരു സൂചനയുടെ പ്രതിഷേധം മാത്രമാണെന്ന് ഉണ്ടായിട്ടുള്ളത്. പ്രതിഷേധത്തിൽ നേതാക്കളായ അനിൽ KK, സുനിൽ പാലിശ്ശേരി, ബിജു വിശ്വനാഥൻ, ജയൻ TC, വിവിധ ശാഖകളിലെ സെക്രട്ടറി പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ധീരതയോടെ നയിച്ചോളൂ, ചോരതരാം നീരുതരാം, ചോരതരാം നീരുതരാം, ജീവൻ വേണേൽ അതും തരാം. SNDP യോഗം സിന്ദാബാദ്, 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 SNDP യോഗം. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.